സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര പ്രണാമം. എല്ലാ ധന്യാത്മാക്കളെയും ഉത്തര രാമായണ പഠനം 25ാം ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിക്കേണ്ടുന്ന ഭാഗം 3-ാം അധ്യായത്തിലെ 635-ാമത്തെ വരി മുതലാണ്. കാഞ്ചനാദി മുനികളുടെ ആഗമനം. സൗമിത്രിയുടെ ആശ്വാസവചനങ്ങളാൽ സീതാവിരഹ ദുഃഖം തെല്ലൊന്ന് ശമിച്ച രാമദേവൻ അനുജനോട് സൂര്യവംശത്തിലെ ചില പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ കഥ ചുരുക്കി കേൾപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചെ തന്നെ നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് രാമചന്ദ്രൻ ആസ്ഥാന സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അപ്പോഴാണ് കാഞ്ചനാദി മുനികളുടെ വരവ്. ഇനി നമുക്ക് പാരായണം തുടരാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ദ്വാരപാലകൻ വന്നു വന്ദിച്ചു ചൊന്നാൻ, പുരദ്വാരദേശാന്തേ വന്നു നിൽക്കുന്നു മുനിജനം. കാഞ്ചനാദികളായ ഭാർഗവകുലജന്മാർ വാഞ്ചയാ കണ്ടുകൊള്ളുവാൻ നിന്തിരുവടിപാദം. അപ്പോഴതാ ദ്വാരപാലകൻ വന്ന് രാമദേവനോട് ഉണർത്തിച്ചു. കാഞ്ചനാദികളായ ഭാർഗവ കുലജന്മാർ, ഭൃഗുമഹർഷിയുടെ കുലത്തിൽപ്പെട്ട കാഞ്ചന മഹർഷി മുതലായ മഹർഷിമാർ അങ്ങേ മുഖം കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാലസോദരി തീരവാസികളെന്നീ വണ്ണം കാലേ വന്നവൻ ചൊന്ന വാക്കു കേട്ടാതു നേരം. കാലസോദരി തീരവാസികൾ. കാലന്റെ സോദരി ആരാ ഇവിടെ? തീരം എന്ന് പറഞ്ഞാൽ ഒരു നദി തന്നെ ആയിരിക്കണം. അപ്പോൾ കാളിന്തി നദിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. കാളിന്തി നദി തീരത്താണ് ഇവരുടെ വാസസ്ഥലം. അതാണ് പറഞ്ഞത്. കാലസോദരി തീരവാസികൾ എന്നീ വണ്ണം കാലേ ചൊന്നവൻ അവൻ വന്ന് പറഞ്ഞപ്പോൾ, ആ ദ്വാരപാലകൻ വന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് കേട്ട് വൈകാതെ വരുത്തുകെന്നരുളിയവനോട് വൈകുണ്ഠൻ തിരുവടി താപസന്മാരുമപ്പോൾ പൂജ്യമാം തീർത്ഥജലം ഫലമൂലാദികളും കാഴ്ചയും വച്ചു കണ്ടാരന്നേരം ജഗന്നാഥൻ. അവർ കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തീർത്ഥജലം, പിന്നെ ഫലമൂലാദികളൊക്കെ. അവർ വരുന്നത് കാട്ടിൽ നിന്നാണല്ലോ. അപ്പം അവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ദിവ്യമായ കാര്യങ്ങളൊക്കെ അത് അവർ കൊണ്ടുവന്ന് രാജാവിന് കാഴ്ചവെച്ചു. അപ്പോൾ ജഗന്നാഥനായിരിക്കുന്ന വൈകുണ്ഠൻ തിരുവടി, സാക്ഷാൽ വൈകുണ്ഠനാഥനായ രാമദേവൻ അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു മുനി കുലമുഖ്യന്മാരെയുമുടനിരുത്തി രഘുനാഥൻ. വൈകുണ്ഠനാഥനായ രഘുവംശതിലകൻ മുനിസത്തമന്മാരെ അർഘ്യപാദ്യാദികളാൽ പൂജിച്ചിരുത്തി വന്ദിച്ചു ഭക്തിയോടെ വിനയം പൂണ്ടുമുത മന്ദഹാസവും ചെയ്തു ചോദിച്ചു കുശലവും. അവരെ
വേണ്ടും വിധം സൽക്കരിച്ച് വന്ദിച്ചു. അതിനുശേഷം കുശല പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു. മനസ്സേ നിത്യം തപസ്സിന്നേതുമുപദ്രവം കാനനത്തിങ്കൽ നിങ്ങൾക്കില്ലല്ലേ ചൊല്ലിടണം. മുനിസത്തമന്മാരെ, നിങ്ങൾക്ക് തപസ് ചെയ്യുന്നതിന് വനത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ആരുടെയും ഉപദ്രവമൊന്നുമില്ലല്ലോ. ജീവന ധന ധാന്യ രാജാദികളെയെല്ലാം കേവലം ഉപേക്ഷിച്ചും വിപ്രരെ രക്ഷിപ്പൻ ഞാൻ. വാഞ്ചിതം നിങ്ങൾക്കെന്തു ചൊല്ലുവിൻ, എന്നാലത് സാധിപ്പിച്ചിടുവൻ ഞാനില്ല സംശയമേതും. അതെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ജീവനോ ധനമോ ധാന്യമോ രാജ്യമോ എന്തു വേണമെങ്കിലും ഉപേക്ഷിച്ച് വിപ്രന്മാരെ രക്ഷിക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാഞ്ചിതം ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് ചൊല്ലിയാട്ടെ, അത് ഞാൻ സാധിപ്പിച്ചു തരും, യാതൊരു സംശയവുമില്ല. സത്യമെന്നറിഞ്ഞാലും രാമഭാഷിതമിതി ശ്രുത്വാ താപസപ്രവരന്മാരുമരുൾ ചെയ്താർ. രാമദേവൻ ഇത് സത്യം സത്യം, രാമൻ പറയുന്ന കാര്യം സത്യമായിരിക്കും എന്ന് സത്യവചനവും പറഞ്ഞു. അത് കേട്ടിട്ട് താപസന്മാരെന്താ പറഞ്ഞത്? സാധ്യമോ ദുസാധ്യമോ കാര്യമെന്നറിയാതെ പാർത്ഥിവന്മാരാരാനും ഇങ്ങനെ ചൊല്ലിടുമോ? ആഹാ, ഇങ്ങനെ ഏത് രാജാക്കന്മാരുണ്ട്? പാർത്ഥിവന്മാർ, പൃഥ്വിയെ രക്ഷിക്കുന്നു. അപ്പം ആരാണിങ്ങനെ ഒന്നും, അതായത് ഇത് സാധിക്കുന്ന കാര്യമാണോ അല്ലാത്തതാണോ, കാര്യങ്ങളൊന്നും കേൾക്കാതെ തന്നെ ഉടൻ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാമെന്നങ്ങ് സത്യം ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ആരുണ്ട് ഭഗവാനെ? അതിശയമായിരിക്കുന്നു. നല്ലതു വന്നിടുക മേൽക്കുമേലെന്നതൊഴിഞ്ഞില്ല മറ്റൊന്നും പറഞ്ഞിടുവാൻ ഞങ്ങൾക്കിപ്പോൾ. അവർ ഇങ്ങനെ ചിന്തിച്ചിട്ട് രാമദേവന് ദീർഘമംഗള ആശംസകൾ അരുളി. എന്നിട്ട് പറഞ്ഞു, വേറൊന്നും ഞങ്ങൾക്കിപ്പോൾ പറയാനില്ല. അവരെന്തൊക്കെയോ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്, അതിന് സംശയമില്ല. അത് രാമദേവൻ അറിയാം. രാഘവൻ അരുൾ ചെയ്താൻ കാനനം തന്നിൽ നിന്നാഗമിച്ചതിൻ മൂലമരുൾ ചെയ്യും വേണം. നിങ്ങൾ ഇത്രയും ദൂരം താണ്ടി ആ വനത്തിൽ നിന്ന് ഇവിടെ വരുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് അങ്ങ് നേരിട്ട് പറഞ്ഞാൽ മതി. വളച്ചൊടിക്കുകയൊന്നും വേണ്ട, മറച്ചു വെക്കുകയും വേണ്ട. കാഞ്ചന തപോധനരുളി ചെയ്താനപ്പോൾ വാഞ്ചിതമായതെല്ലാം ചൊല്ലുവൻ മടിയാതെ. ഇങ്ങനെ രാമദേവൻ പറഞ്ഞത് കേട്ട് കാഞ്ചന മഹർഷി പറയുകയാണ്, ഞങ്ങളുടെ ആഗ്രഹം ഇതാ, ഞങ്ങൾ എന്തായാലും അങ്ങ് ചോദിച്ചത് കൊണ്ട് പറയാം. പണ്ടൊരു നിശാചരൻ എത്രയും ഗുണവാനായുണ്ടായി, മധു എന്നു നാമമായി മഹീപതേ. പണ്ട് ഒരു രാക്ഷസനുണ്ടായിരുന്നു. അവൻ്റെ പേര് മധു എന്നായിരുന്നു. രാക്ഷസൻ്റെ ദുർഗുണങ്ങളൊന്നും അവനില്ല. വളരെ നല്ല സദ്ഗുണസമ്പന്നനായിരുന്നു, ഗുണവാനായുണ്ടായി. ധർമ്മതത്പരത്വവും തപസ്സിൻ ബലവും കണ്ടാംബികാപതി ഒരു ശൂലവും നൽകിയിടിനാൻ. ഇവൻ്റെ ഈ ധർമ്മതത്പരത്വവും പിന്നെ അംബികാദേവിയുടെ പതിയാരാണ്? ശിവനെ തപസ് ചെയ്ത് അവനൊരു ശൂലവും കരസ്ഥമാക്കി. ധൈര്യമായിട്ടാണ് ശൂലം നൽകിയത് ശിവൻ. കാരണം വളരെ ധർമ്മിഷ്ഠനും സദ്ഗുണസമ്പന്നനുമായ ഇവൻ്റെ കയ്യിൽ ഒരു ശൂലം കൊടുത്ത് അവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കൂ എന്ന് മനസ്സിലായി. അങ്ങനെ ആ ശൂലവും കൊടുത്തു. നിന്നുടെ ശത്രുക്കളെ വധിച്ചാൽ ശൂലമിതു നിന്നുടെ കയ്യിൽ തന്നെ വരുമെന്നറിഞ്ഞാലും. ശത്രുവധം നടത്തി കഴിഞ്ഞാൽ ശൂലം തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ വരും. അതും ഒരു വരമാണ്.
അങ്ങനെ ഗോദേവദ്വിജ കുലോപദ്രവം ചെയ്യുന്ന നാളേതും വൈകാതെ പുനരെന്നരികത്തു പോരും. ഇനി ആ ശൂലം കൊണ്ട് നീ അധർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ, അതായത് ഗോ ദേവ ദ്വിജ കുലോപദ്രവം, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ ആവാം, എന്തായാലും പിന്നെ ദേവന്മാരെയോ വിപ്രന്മാരെയോ ഒക്കെ നീ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശൂലം തിരിച്ച് എൻ്റെ കയ്യിൽ വന്നു ചേരും എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു മഹാദേവൻ. അന്നേരം മധുതാനും ഒന്നപേക്ഷിച്ചിടിനാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശൂലം മധു എന്ന രാക്ഷസന് പരമശിവൻ നൽകി. അപ്പോൾ മധു ഒരു പ്രത്യേക കാര്യം കൂടെ ഭഗവാനോട് ഉണർത്തിച്ചു, പരമശിവനോട്. എന്നുടെ സാന്തത്യന്മാർക്കെല്ലാ നാളേക്കും ഇതു തന്നെ നിൻ വരായുധമായിരിക്കയും വേണം. നിന്നുടെ വരത്താൽ കിട്ടിയ ഈ ആയുധം ഇതെൻ്റെ സന്തതി പരമ്പരകൾക്കൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം എന്നുകൂടി മധു ആവശ്യപ്പെട്ടു. എന്നതു വരികയില്ലെങ്കിലും ഇതു കേൾ നീ, നിന്നുടെ മനോരഥം പഴുതാകരുതല്ലോ. നീ എന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി പ്രീതിപ്പെടുത്തി, അതുകൊണ്ട് നീ പറഞ്ഞത് എന്തായാലും മൊത്തം പാഴായി പോകാതിരിക്കാൻ ഞാനൊരു ചെറിയ കാര്യം ചെയ്യാം. എല്ലാം ഒന്നും ചെയ്തു തരാൻ പറ്റുകയില്ല. നിന്നുടെ സുതൻ ഒരുത്തന്നിതുവരായുധം തന്നെയായി വരും പുനരങ്ങോട്ടു കൊതിക്കേണ്ട. നിന്റെ സന്തതി പരമ്പരകളിൽ ആദ്യത്തെ നിന്റെ മകന് മാത്രം, ഒരുവന് മാത്രം അതിൻ്റെ ആ ഗുണം കിട്ടും. അവൻ്റെ ആയുധമായിട്ട് ഇത് വെക്കാം. പിന്നീട് അങ്ങോട്ടുള്ള പരമ്പരകൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ സാധ്യമായിരിക്കില്ല. ഏതായാലും അത്രയായല്ലോ. പിന്നെ നിന്നുടെ സുതൻ കയ്യിൽ ശൂലമിതിരിക്കുന്നാൾ വന്നിടാ മരണമെന്നറിക ഗുണാംബുധേ. നിന്റെ പുത്രൻ്റെ കയ്യിൽ ഈ ശൂലം ഇരിക്കുന്നിടത്തോളം കാലം അവന് മരണവും അകപ്പെടില്ല. പിന്നെ നിന്മകൻ മൃതനായാൽ ഈ ശൂലമുടൻ എന്നരികത്തു പോരും നിർണയമറിഞ്ഞാലും. ഒന്നുകൂടി കേട്ടുകൊള്ളുക. നിന്റെ മകൻ എപ്പോഴാണോ മരണപ്പെടുന്നത് ഉടൻ തന്നെ ഈ ശൂലം എൻ്റെ കയ്യിൽ തിരിച്ചെത്തും, അതിന് യാതൊരു സംശയവുമില്ല എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു പുരാന്തകൻ. നന്നായി തൊഴുതതു വാങ്ങിനാൻ മധുവീരൻ. അങ്ങനെ ആ ശൂലം തൻ്റെ ഭക്തനായ മധുവിനെ ഏൽപ്പിച്ചു. താണു വീണ് തൊഴുതുകൊണ്ട് ആ ശൂലം പരമശിവന്റെ കയ്യിൽ നിന്നും അവൻ വാങ്ങി. പുത്രനുമുണ്ടായി വന്നു ലവണനെന്നു നാമമെത്രയും ദുഷ്ടനായാൻ ബാല്യകാലത്തെ അവനൊരു പുത്രനുണ്ടായി. അവൻ്റെ പേര് ലവണൻ എന്നായിരുന്നു. അച്ഛനെ പോലെ ആയിരുന്നില്ല. ബാല്യകാലത്തെ അവൻ മഹാദുഷ്ടനായിട്ടാണ് വളരുന്നത്. സാധുവൃന്ദത്തെ ഉപദ്രവിച്ചു തുടങ്ങിനാൻ. താതനും അതു കണ്ടു ശിക്ഷിച്ചു പലതരം. സാധുക്കളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതവനൊരു വലിയ വിനോദമായി മാറി. അച്ഛൻ അവനെ ശിക്ഷിച്ചു. അക്കാരണത്താൽ, അതായത് അവനെ നേർവഴി നടത്തുവാൻ വളരെയേറെ പ്രയത്നിച്ചു. നല്ലത് ചൊന്നാൽ അവനേൽക്കയില്ലൊന്നുമെന്നാൽ നല്ലതല്ലിവനെന്നു കൽപ്പിച്ചു ജനകനും. ശൂലവും തനയനു കൊടുത്തു വനം പുക്ക് കാലാരി തന്നെ ഓർത്തു തപസ്സു തുടങ്ങിനാൻ. അച്ഛൻ കൊടുത്ത ഉപദേശങ്ങളൊന്നും അവൻ പാലിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ്റെ അധർമ്മം ഇരട്ടിക്കുകയാണ് ചെയ്തത്. അതിൽ മനം നൊന്ത ആ മധു ശൂലം തൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് രാജ്യം വിട്ടുപോയി. രാക്ഷസ രാജ്യം ഉപേക്ഷിച്ച്
വനത്തിൽ പോയി കാലാരിയെ തപസ് ചെയ്യാനായി തുടങ്ങി. എന്നാൽ ഇത്രയും ദുഷ്ടനായ ഇവനെ ഈ ശൂലം കൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അധർമ്മം ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എങ്കിലും ആ ശൂലം മറ്റാർക്കും കൊടുക്കാനും പറ്റില്ല. കാരണം നിന്റെ മകന് ഇത് ഉപകാരപ്രദമാവും എന്ന് അന്ന് കൊടുത്തപ്പോൾ പറഞ്ഞാണല്ലോ പരമശിവൻ. അങ്ങനെ ആ ശൂലം അവനെ ഏൽപ്പിച്ചു. മധു തപസ് അനുഷ്ഠിക്കാനായി രാജ്യം വിട്ടുപോയി. ശൂലത്തിൻ ബലം കൊണ്ടു മതിച്ചു ലവണനും ഭൂലോകവാസികളെ പീഡിച്ചു തുടങ്ങിനാൻ. പണ്ടേ മഹാദുഷ്ടൻ കയ്യിൽ ആരെയും വധിക്കാൻ കേൾപ്പുള്ള മഹാദേവന്റെ ശൂലവും ഇനി എന്തു വേണം? ഭൂലോകവാസികളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. താപവും അവനാലെ മുഴുത്തു ചമഞ്ഞിതു താപസന്മാരായ ഞങ്ങൾക്കു മെദിനീപതേ. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. അവനെ കൊണ്ട് പൊറുതിമുട്ടി ഞങ്ങൾ എന്നും ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടാണ് അവനിരിക്കുന്നത്. ഒരു യജ്ഞകർമ്മങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പൃഥ്വീശന്മാർക്കും ആർക്കും കൊല്ലാവല്ലവൻ തന്നെ പൃഥ്വീശ തിലകമേ. രാവണാദികൾ തമ്മെ നിഗ്രഹിച്ചൊരു ഭവാനില്ലൊരു ദണ്ഡമേതും ഉഗ്രനാം ലവണനെ നിഗ്രഹിപ്പതിനോർത്താൽ. അല്ലയോ രഘുവംശ തിലകമേ, അന്യരാജാക്കന്മാർക്ക് ആർക്കും അവനെ വധിപ്പാൻ സാധിക്കില്ല. പിന്നെ രാവണാദികളെ നിഗ്രഹിച്ച അങ്ങേക്ക് ഇത് നിഷ്പ്രയാസം സാധിക്കും. അന്നേരം ചോദ്യം ചെയ്തു രാഘവൻ തിരുവടി, ഇന്നതാചാരം അവൻ ആഹാരം എന്തോന്നവൻ തന്നെ നിലയനം എവിടെയെന്നുമെല്ലാം എന്നോടു കേൾപ്പിക്കണം നിന്തിരുവടി പോൾ. ഇത് കേട്ടപ്പോൾ രാമദേവൻ കാഞ്ചന മഹർഷിയോട് പറയുകയാണ്, എന്താണ് അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, പിന്നെ അവൻ്റെ നിലയനം എവിടെയാണ് അവൻ താമസിക്കുന്നത്, അവൻ എന്താണ് കഴിക്കുന്നത്, ഇവയൊക്കെ വിസ്തരിച്ച് എന്നോട് അരുളി ചെയ്താലും. ആഹാരം മൃഗമനുഷ്യാദികൾ മാംസം അതിസാഹസം രൗദ്രാചാരം ആലയം മധുവനം. മഹാധർമ്മിയായ അവൻ്റെ ആഹാരം മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയൊക്കെ മാംസമാണ്. രൗദ്രാചാരം എന്ന് പറഞ്ഞാൽ ദുഷ്ടാചാരനാണ് അവന്. പിന്നെ ആലയം മധുവനം, മധുവനത്തിലാണ് താമസിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ പേര് മധുവായിരുന്നുവല്ലോ. അപ്പം മധു താമസിച്ചിരുന്നത് കൊണ്ട് ആ പ്രദേശം മധുവനം എന്ന് അറിയപ്പെടുകയും മധുവനത്തിൽ ദുർഗമ എന്ന അസുര രാജധാനിയിലാണ് അവൻ കഴിയുന്നത്. അതിവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും. ഇനി ലവണാസുര വധോദ്യമം. ഇങ്ങനെ മുനിവാക്യം കേട്ടു രാഘവൻ ചൊന്നാൻ, നിങ്ങളെ രക്ഷിപ്പൻ ഞാൻ ദുഷ്ടനെ വധിച്ചിന്ന് പിന്നെ തന്നനുജന്മാരോടരുൾ ചെയ്തിടിനാൻ. ഇന്നിപ്പോൾ ഇവരോട് കൂടെ ആർ പോകുന്നത്, ഞാനത് ചെയ്വനെന്നു മുതിർന്നു ഭരതനും മാനിയാം ശത്രുഘ്നനും അന്നേരമുര ചെയ്താൻ. ഇങ്ങനെ കാഞ്ചന മഹർഷി പറയുന്നത് കേട്ട് ഉടൻ തന്നെ അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങളെ ആ ദുഷ്ടനായ ലവണാസുരനെ വധിച്ചിട്ട് രക്ഷിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതിനുശേഷം അനുജന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇവരുടെ കൂടെ പോയി ആ അധർമ്മിയെ വധിക്കുന്നത്? ഇത് കേട്ട് ഭരതൻ പറഞ്ഞു, ഞാൻ പോയിട്ട് അവനെ വധിച്ചു വരാം. അപ്പോൾ ശത്രുഘ്നൻ പറയുന്നു, നിന്തിരുവടി വനവാസം ചെയ്തതു കാലം അന്തരമെന്നി രാജ്യം പാലിച്ചത് ആര്യനല്ലോ. അഗ്രജൻ വനത്തിനു കൂടെ പോന്നനുദിനം
ദുഃഖങ്ങൾ അനുഭവിച്ചിടിനാൻ ഇവയൊന്നും ചെയ്തതില്ലടിയൻ. എന്നാൽ ഇത് വഴി പോലെ സാധിപ്പൻ ഇവരോട് കൂടിപ്പോയി ഞാനന്നേറ്റം മോദേന പറഞ്ഞതു കേട്ടു രാഘവനപ്പോൾ സാദരമരുൾ ചെയ്തു സോദരന്മാരോടേവം. ഇവിടെ ഞാൻ മുന്നൽ എന്ന് ഓരോ സഹോദരന്മാരും പറഞ്ഞെങ്കിലും അതിനൊരു ന്യായം കണ്ടെത്തുകയാണ് ഇവിടെ ശത്രുഘ്നൻ എന്താ പറഞ്ഞത്? ലക്ഷ്മണൻ അങ്ങയുടെ കൂടെ വനത്തിലായിരുന്നു ഈ 14 വർഷക്കാലം. ആ സമയത്ത് ഭരതനായിരുന്നു ഇവിടുത്തെ രാജ്യഭരണമൊക്കെ നടത്തിയത്. അങ്ങനെ അവരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞവരാണ്. ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഈ കാര്യം ഞാൻ തന്നെ ചെയ്തു വരാം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ രാമദേവൻ എന്താണ് പറഞ്ഞത്? അങ്ങനെ തന്നെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ മംഗലം വരുവാനായി ചെന്നു സാധിക്കയെന്നാൻ. നീ പറഞ്ഞത് ശരിയാണ് അനുജ, നീ തന്നെ പോയി ആ കാര്യം സാധിച്ചു വാ എന്ന് അനുജ്ഞ കൊടുത്തു. മധുപുത്രനെ താപസാജ്ഞയാ വധിച്ചു നീ മധുകാനനമൊരു രാജ്യമാക്കിക്കൊണ്ട് അധിപതിയായി വസിക്കേണം അവിടേക്ക്. അതിന്നു ഞാൻ അധുനാ ചെയ്വനഭിഷേകമറിഞ്ഞാലും. രാമദേവൻ അതിനപ്പുറം ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണ്? അറിയാം, ആ ലവണാസുരനെ ശത്രുഘ്നൻ വധിക്കും, അതിനുള്ള ഉറപ്പുണ്ട്. ലവണാസുര വധത്തിന് ശേഷം നീ എന്ത് ചെയ്യണം? ആ മധുവനത്തെ സമ്പദ് സമൃദ്ധമായ ഒരു രാജ്യമാക്കി മാറ്റണം. എന്നിട്ട് അവിടുത്തെ രാജാവായി നീ കഴിയണം. അതിനിതാ ഞാൻ നിന്നെ അവിടുത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. ഇത്തരം രഘുപതി ചൊന്നൊരു വാക്യം കേട്ടു ശത്രുഘ്നനുറ ചെയ്താൻ ആർജവ സമന്വിതം. ജ്യേഷ്ഠന്മാരിരിക്കവേ സോദരൻ അഭിഷേകം വാട്ടമെന്നിയേ ചെയ്ക ധർമ്മമോ ചിന്തിക്കേണം. ഇവിടെ സഹോദര സ്നേഹവും ബഹുമാനവും ധർമ്മവും ഒക്കെ ഓരോ നിമിഷത്തിലും അതിനെപ്പറ്റിയാണ് സോദരന്മാർ ചിന്തിക്കുന്നത്. ശത്രുഘ്നൻ ചോദിക്കുകയാണ്, എൻ്റെ ജ്യേഷ്ഠന്മാരിരിക്കവേ എന്നെ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് ധർമ്മമാണോ? നിന്തിരുവടി നിയോഗത്തെ ലംഘിച്ചിടാതെ സന്തതം വാണിടുവാനായി അനുഗ്രഹിക്കണം. അങ്ങ് ധർമ്മത്തെ ലംഘിക്കാതെ എന്നെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് അനുഗ്രഹിക്കണം. ധർമ്മവിച്ഛേദം വരാ ഞാൻ ചൊല്ലുന്നതു കേട്ടാൽ സമ്മതമതു മഹാലോകർക്കെന്നറിഞ്ഞാലും. അനുജ, ഞാൻ പറയുന്നത് കേട്ടാൽ ഒരിക്കലും ധർമ്മത്തിന് ഗ്ലാനി വരില്ല, ധർമ്മം ക്ഷയം വരില്ല. അതുകൊണ്ട് അത് ലോകർക്കും സമ്മതമായിരിക്കും. ശ്രീരാമനേവം ചൊല്ലി ശത്രുഘ്നനോടും തഥാ പാരാതെ അഭിഷേകത്തിനു വട്ടവും കൂട്ടി. അങ്ങനെ ആ ശത്രുഘ്നനെ മധുവനം എന്നുള്ളത് പിന്നീട് മധുരയായിട്ട് മാറും. അത് നമുക്ക് പാരായണത്തിൽ നിന്ന് മനസ്സിലാക്കാം. കംസൻ്റെ രാജധാനിയായ മധുര ഈ മധുവനമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ മധുരയിലെ രാജാവായിട്ട് ഇപ്പോൾ തന്നെ ശത്രുഘ്നനെ വാഴിക്കാനുള്ള വട്ടം കൂട്ടിയവിടെ. വസിഷ്ഠാദികളുമായ അഭിഷേകവും ചെയ്തു വസിച്ചു മുനികളുമായൊരു ദിനം തത്ര. അങ്ങനെ ആ അഭിഷേക കർമ്മങ്ങളൊക്കെ അവിടെ നടത്തി. അതിനുശേഷം അവരാ ദിവസം ആ മുനിമാരവിടെ തങ്ങി. പിറ്റേന്നാൾ ചെന്നു രാമഭദ്രനെ വന്ദിച്ചപ്പോൾ ഉറ്റവനായ നിജ സോദരൻ തന്നെ ശീഘ്രം വച്ചേ ചേർത്ത് ആശ്ലേഷിച്ചു മൂർധനി ചുംബിച്ചു തൻ്റെ ഉത്സംഗയെ ചേർത്തു സന്തോഷിച്ചരുൾ ചെയ്തിടിനാൻ.
വാത്സല്യനിധിയായ ജ്യേഷ്ഠൻ തൻ്റെ അനുജനെ ആലിംഗനം ചെയ്തു തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി ശിരസിൽ ചുംബിച്ചുകൊണ്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു: കേൾക്ക, നീ പണ്ടു മധുകൈടഭന്മാരെ കൊല്ലുവാനായിക്കൊണ്ടു നിർമ്മിച്ചുള്ളോരാസ്ത്രമുണ്ടിതിനെ നീ കൈക്കൊണ്ടീടിതു കൊണ്ടാൽ മര്യാദ വരില്ല. മുഖ്യമെത്രയും പ്രയോഗിച്ചതില്ലാരോടും ഞാൻ. അനുജ, എൻ്റെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്. വിശിഷ്ടമായ ആ അസ്ത്രം ഞാൻ ഇതുവരെ ആരോടും പ്രയോഗിച്ചിട്ടില്ല. അതെന്തിനു വേണ്ടി നിർമ്മിച്ചതാണ്? മധുകൈടഭന്മാരെ വധിക്കാനായിട്ട്. ഈ വിശിഷ്ട അസ്ത്രങ്ങളൊക്കെ, അതായത് ദിവ്യാസ്ത്രങ്ങളൊക്കെ തന്നെ പ്രത്യേകം മന്ത്രങ്ങളെ കൊണ്ടാണ്. അതായത് പ്രത്യേകം മന്ത്രങ്ങൾ ചൊല്ലി അയക്കുമ്പോഴാണ് അത് ആ വിശിഷ്ടാസ്ത്രമായിട്ട് മാറുന്നത്. ശൈവാസ്ത്രം, വൈഷ്ണവാസ്ത്രം, ബ്രഹ്മാസ്ത്രം ഇവയൊക്കെ മന്ത്രങ്ങളെ ചൊല്ലി അയക്കുകയാണ്. അതുപോലെ ഇത് നാരായണാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാരായണാസ്ത്രം ഇതുവരെ ഞാൻ ആരോടും പ്രയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത് പ്രയോഗിക്കാഞ്ഞത് അതും മുന്നോട്ട് പറയുന്നു. മുഖ്യമെത്രയും പ്രയോഗിച്ചതിൽ ആരോടും ഞാൻ വിശ്വപ്രക്ഷോഭം വരുമെന്നുള്ള ഭയം കൊണ്ട് വിശ്വസംഹാരക്ഷമമെത്രയും തേജോമയം. ഈ വിശ്വത്തിനെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. വിശ്വസംഹാര ക്ഷമം എത്രയും തേജോമയം, വളരെ തേജസ്സുള്ളതുമാണ്. വിശ്വപ്രക്ഷോഭം, ലോകമൊക്കെ എന്താ പറയുക, ഈ അസ്ത്രത്താൽ അതിൻ്റെ ആ താളം തെറ്റും എന്നുള്ളത് കൊണ്ട് ഞാനത് ആരോടെയും പ്രയോഗിച്ചിട്ടില്ല. മൃത്യുശാസനശൂലം ധരിക്കരുതേതും ഹസ്തസംസ്ഥിതമല്ല, ശൂലമെങ്കിലേ ചെന്നു യുദ്ധത്തിനെടുക്കാവൂ. ലവണൻ തന്നോടതിനെത്രയും എളുപ്പമുള്ളോരുപായത്തെ കേൾ നീ. അതെ, ആ മൃത്യുശാസന ശൂലം, അവൻ്റെ കയ്യിൽ പരമശിവൻ്റെ ശൂലം ഉണ്ട്. ആരുടെ കയ്യിൽ? ലവണാസുരൻ്റെ കയ്യിൽ. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നീ അവനോട് പോയി ഏൽക്കരുത്. അതിനൊരു ഉപായം ഞാൻ നിന്നോട് പറയാം. എന്താണത്? ആഹാരത്തിനു മാംസം അന്വേഷിച്ചുദയെ പോയി ഗേഹത്തിലകം പൂവാൻ അസ്തമിക്കുമ്പോൾ വരും. അവനെങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ കാഞ്ചന മഹർഷിയിൽ നിന്നും മനസ്സിലാക്കിയതാണ്. ശത്രുക്കളെ വകവരുത്തണമെങ്കിൽ അവരുടെ നീക്കങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം. അതിനാണല്ലോ ചാരപ്രവൃത്തി ചെയ്യുന്നത്. അപ്പം ഈ കാഞ്ചന മഹർഷിയിൽ നിന്നും ഇത് മനസ്സിലാക്കി അത് ശത്രുഘ്നനോട് രാമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ രഹസ്യം. എന്താണ് ആ രഹസ്യം? രാവിലെ അവൻ ആഹാരം തേടി പോകും. എന്നിട്ട് നേരം വൈകുമ്പോഴേ തിരിച്ചു വരും. ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ ശൂലം കാണില്ല. അതിനു മുമ്പേ ചെന്നു ഗോപുരദ്വാരത്തിങ്കൽ അതിരോഷേണ നിന്നു തടുത്തു കൊൾക വേണം. ഇവൻ ആഹാരം തേടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവൻ്റെ ആ അസുര രാജധാനിയിലുള്ള കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൊട്ടാരവാതിൽ ചെന്ന് അവിടെ നിൽക്കണം. അകത്തു പൊക്കു ശൂലമെടുപ്പാനയക്കരുത്, അടുത്തു വന്ന് യുദ്ധം തുടങ്ങും അത് നേരം. അവനെ ഒരു കാരണവശാലും കൊട്ടാരത്തിനകത്തിലേക്ക് അയക്കരുത്. അകത്ത് പോയി ആ ശൂലമെടുക്കാൻ അനുവദിച്ചുകൂടാ. വരുഷം വരും മുമ്പേ ഗംഗയും കടന്നുപോയി പുരുഷാധമൻ തന്നെ വധിക്ക കുമാരനീ. മഴയൊക്കെ വരുന്നതിന് മുമ്പിട്ട് നീ വേഗം പോയിട്ട് ഗംഗാനദി കടന്ന് അവനെ, ആ പുരുഷാധമൻ, ആ മഹാ അധമനായ ആ ലവണാസുരനെ നീ വധിക്കുക. അതിനു 4000 അശ്വങ്ങൾ, അത്ര തേരും, അധുനാ 100,000 കാലാളും വേണ്ടുവോളം കൊണ്ടുപോയിക്കൊള്ളുക
വേണമർത്ഥവും എന്ന് നൃപൻ കൊണ്ടാടി പറഞ്ഞയച്ചിടിനാനവനെയും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? 4000 കുതിരകളെയാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ അത്രയും തേരും, പിന്നെ 100,000 കാലാൾപ്പട, പിന്നെ അർത്ഥവും അതുപോലെ തന്നെ ധനവും കൊടുത്തു വിട്ടു. അഗ്രജന്മാരെയെല്ലാം നമസ്കാരവും ചെയ്ത് മുഖ്യാനുഭാവത്തോടെ ജനനീജനത്തെയും വന്ദിച്ചു. വസിഷ്ഠാദി ഗുരുഭൂതന്മാരെയും വന്ദിച്ചു. മുഹൂർത്തലഗ്നം കൊണ്ടു പുറപ്പെട്ടാൻ. മുഹൂർത്തലഗ്നം കൊണ്ടു പുറപ്പെട്ടാൻ, ഇവിടെ കണ്ടു പുറപ്പെട്ടാൻ എന്നായിരിക്കാം. നല്ല ശുഭമുഹൂർത്തമൊക്കെ നോക്കി തൻ്റെ ഗുരുവായ വസിഷ്ഠനെയും അമ്മമാരെയും മറ്റ് ജ്യേഷ്ഠന്മാരെയും ഒക്കെ നമസ്കരിച്ച് അവരുടെ ആശീർവാദം വാങ്ങി ലവണാസുരനെ വധിപ്പാനായിട്ട് മഹർഷിമാരോടൊത്ത് ശത്രുഘ്നൻ പുറപ്പെട്ടു. കാഞ്ചനാദികളായ താപസന്മാരും അതിവാഞ്ചയാ രാമാജ്ഞയാ തെളിഞ്ഞു പുറപ്പെട്ടാർ. അങ്ങനെ അവരും മഹർഷിമാരും വളരെ സന്തോഷത്തോടു കൂടി രാമദേവനെയും അയോധ്യ രാജകുലത്തെയും ഒക്കെ അനുഗ്രഹിച്ചിട്ട് അവരും അങ്ങോട്ട് പുറപ്പെട്ടു. ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാൽമീകി തന്നാശ്രമത്തിങ്കൽ ചെന്നാരസ്തമിച്ചിടും നേരം. അവരെല്ലാവരും നേരം സന്ധ്യ ആയപ്പോഴേക്കും വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. സൽക്കാരം ചെയ്ത് മൃഷ്ടഭോജനം കഴിഞ്ഞപ്പോൾ ഉൾക്കാമ്പു തെളിഞ്ഞിരിക്കും നേരം ശത്രുഘ്നനും ചോദിച്ചാൻ, ഇവിടെ പണ്ടാരൊരു യാഗം ചെയ്തതാദരിച്ചരുൾ ചെയ്താൻ വാൽമീകി മുനീന്ദ്രനും. അപ്പോൾ അങ്ങനെ അവരെ വാൽമീകി മഹർഷി സൽക്കരിച്ച് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടുമ്പോൾ ശത്രുഘ്നൻ ചോദിക്കുകയാണ്, ഇവിടെ ആരാണ് ഒരു മഹായാഗം ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നല്ലോ എന്ന് മഹർഷിയോട് ചോദിച്ചപ്പോൾ ആ കാര്യം വാൽമീകി മഹർഷി ശത്രുഘ്നനെ കേൾപ്പിക്കാൻ തുടങ്ങിയാണ്. ഇനി നമുക്ക് ആ കഥ അടുത്ത ദിവസം കേൾക്കാം. ഇന്നത്തെ പഠനം എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.